എൻ്റെ പേര് ജെസ്സി. എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. അത് ഒരു മകൾ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് താമസിക്കുന്നു. മോൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. എനിക്കിങ്ങനെ വയറിന് വേദന വരുന്നുണ്ട്. പീരിയഡ്സ് വരുമ്പോൾ എനിക്ക് വയറിന് വേദന വരുന്നുണ്ട്. അപ്പോൾ സാധാരണ വേദന പോലെ ഞാനതിനെ കരുതിയിരുന്നു. ഞാൻ ഡോക്ടറെ ഒന്നും കാണാൻ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇതെനിക്ക് കടുത്തിട്ട് എനിക്ക് വേദന സഹിക്കാൻ വയ്യാതിരുന്നപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ മുഴകളുണ്ടെന്നാണ് തോന്നുന്നത്, പോയി സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് വന്നു. അപ്പോൾ 3-4 മുഴയുണ്ടെന്ന് പറഞ്ഞു. അത് പ്രകാരം ഡോക്ടർ പറഞ്ഞ് പോയി ഇത് ക്യാൻസർ ഉണ്ടോ ഇല്ലയെന്ന് നോക്കേണ്ട ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. എന്തോ ഒരു ഭയം ചെറുതായിട്ട് ഉള്ളിലുണ്ടെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഞാൻ പോയി ആ ടെസ്റ്റിന് അവിടെ കൊടുത്തു. അപ്പോൾ ആ ടെസ്റ്റിന് കൊടുത്താൽ 3-4 ദിവസം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. റിസൾട്ട് വരുന്ന ദിവസം അവിടെ ഞാൻ പോയി. അതിൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ എന്നെ കാത്തു പരിപാലിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡോക്ടറെ അടുത്തോട്ടൊന്നും പോയില്ല. ഒന്നുമില്ല എന്നറിഞ്ഞിട്ട് സന്തോഷമായിട്ട് അങ്ങനെ ഇരുന്നു. വീണ്ടും വയറുവേദന കൂടിയിട്ട് ബ്ലീഡിങ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോഴെനിക്ക് അസ്വസ്ഥതകൾ തോന്നിയിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്കിത് മുഴയുണ്ട്, സർജറിയെ ഇതിനൊരു പരിഹാരമുള്ളതെന്ന് പറഞ്ഞു. സർജറി എനിക്ക് പേടിയുണ്ടായിരുന്നു. എങ്കിലും ഇത് വേറെ എന്തെങ്കിലുമൊക്കെ അസുഖത്തിൽ കൊണ്ടിടുവോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് ഞാൻ സർജറിക്ക് തയ്യാറായി. അങ്ങനെ സർജറിക്ക് വേണ്ടി തയ്യാറായി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ പിന്നെ ഈ ടെസ്റ്റ് ഒന്നുകൂടി ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇനി എന്തിനാണ് ഞാൻ ഈ ടെസ്റ്റ് ചെയ്യുന്നത്, ഞാനിപ്പോൾ എല്ലാം ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുവന്ന് കാണിച്ചതല്ലേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറിക്ക് മുമ്പ് വീണ്ടും ഒരു ടെസ്റ്റ് കൂടെ ചെയ്ത് ക്ലീൻ റിപ്പോർട്ട് എനിക്ക് വേണം, എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു എനിക്ക് അസുഖമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ലമ്മേ, അസുഖം ഉള്ളതുകൊണ്ടല്ല, സർജറിക്ക് മുമ്പ് ക്ലീൻ റിപ്പോർട്ട് എനിക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോൾ ഡോക്ടറെ റൂമിൽ വെച്ച് തന്നെ എനിക്ക് ശക്തമായൊരു തലവേദന അങ്ങ് പിടിച്ച്. ടെൻഷൻ കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ തലവേദനയോടുകൂടി വല്ലാത്ത അസ്വസ്ഥതയിൽ ഞാൻ വീട്ടിൽ വന്ന് കയറി. ഞാൻ ഒത്തിരി കരഞ്ഞു. അപ്പോൾ മക്കളെന്നെ ആശ്വസിപ്പിച്ചു, അമ്മ ഇതിനു മുമ്പ് ചെയ്തില്ലേ, ഒരു കുഴപ്പമില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ കരച്ചിലും ഡോക്ടറുടെ ഈ സംശയത്തിൻ്റെ മുഖവും എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ടെൻഷൻ കയറിയിട്ട് എനിക്കൊരു വക കഴിക്കാൻ വയ്യ. ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് വീട്ടിൽ കരഞ്ഞ്. ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പോൾ ദിനേരം ബ്രദറിന് ഞാൻ കത്തയക്കുകയും ഇമെയിലിൽ എനിക്ക് മറുപടി വരികയും എന്നെ ആശ്വസിപ്പിക്കുന്ന മറുപടികൾ വരും, ധൈര്യമായിട്ട് പോയി ടെസ്റ്റ് ചെയ്തോ ഒരു കുഴപ്പമില്ലെന്ന്. ഞാൻ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയി. ടെസ്റ്റെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ വന്നു. എൻ്റെ മരുമകനാണ് പോയി റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് വന്നത്. ദൈവപ്രവൃത്തി, ആ ദൈവത്തിൻ്റെ കരുണ, മഹാകരുണ, എനിക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് കർത്താവ് എനിക്കൊരു ക്ലീൻ റിപ്പോർട്ട് തന്ന് എന്നെ കാത്തു പരിപാലിച്ച്. ദൈവനാമം എപ്പോഴും മഹത്വപ്പെട്ട്. കാരണം ഡോക്ടർക്ക് പോലും സംശയമുണ്ടെന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവ് പ്രാർത്ഥന കേട്ട് ഒരത്ഭുതം തന്നെ എൻ്റെ മേൽ ചെയ്തു. അതിന് എനിക്ക് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ജീസസ് കോൾസിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. പോൾ ദിനേരം ബ്രദറിന് പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ഒരു താങ്ക്സ്. കാരണം ഞാൻ എല്ലാ വിഷയങ്ങളും അവിടെ എഴുതി അയച്ച് ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് ആശ്വസിപ്പിക്കുന്ന മറുപടി വരും. ദൈവം ഇന്നയോളം എന്നെ എൻ്റെ കുടുംബത്തെ വഹിച്ച് അനുഗ്രഹിച്ച് പരിപാലിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ജീസസ് കോൾസ് മിനിസ്ട്രിയിൽ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ദൈവം ചെയ്ത ഈ നന്മകൾ, അനുഗ്രഹങ്ങൾ ഇനി എനിക്ക് ഒരുപാട് പേരോട് പറയണം. എൻ്റെ ഈ സാക്ഷ്യം അനേകർക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. My precious friend, എൻ്റെ വിലയേറിയ സ്നേഹിത, we have a new number now for the 24 hours Jesus calls telephone prayer tower. ഇപ്പോൾ യേശു വിളിക്കുന്നു 24 മണിക്കൂർ ടെലിഫോൺ പ്രാർത്ഥനാ ഗോപുരത്തിനെ ഒരു പുതിയ നമ്പർ നമുക്ക് ലഭിച്ചിരിക്കുന്നു. The new number is 8546999000. ഇതാണ് പുതിയ നമ്പർ 8546999000. ഹലോ, യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? Straight away you can dial this number. നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പർ ഡയൽ ചെയ്യാവുന്നതാണ്. It's a mobile number. ഇതൊരു മൊബൈൽ നമ്പറാണ്. So please save it on your telephone. ഇപ്പോൾ നിങ്ങളുടെ ടെലിഫോണിൽ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക. This number has been changed because of the new technologies that we are going to provide
in our services to all our partners. ഞങ്ങളുടെ സേവനങ്ങളിൽ ഞങ്ങളുടെ എല്ലാ പങ്കാളികൾക്കും ഞങ്ങൾ ലഭ്യമാക്കുവാൻ പോകുന്ന പുതിയ ടെക്നോളജി കാരണമാണ് ഈ നമ്പർ മാറിയത്. Of course, 24 hours this service will be offered for anyone who calls the Jesus Calls Prayer Tower for any need at any time. ഏത് സമയത്തും ഏതൊരു ആവശ്യത്തിനു വേണ്ടിയും യേശു വിളിക്കുന്നു പ്രാർത്ഥന ഗോപുരത്തിലേക്ക് വിളിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. Please share this number to all your friends and those in need. ദയവായി ആവശ്യത്തിലായിരിക്കുന്നവർക്കും നിങ്ങളുടെ എല്ലാ സ്നേഹിതന്മാർക്കും ഈ നമ്പർ ഷെയർ ചെയ്യുക. Yes, we are going to extend these services to have telephone prayer towers across the nation to pray in 13 different languages. അതെ, 13 വ്യത്യസ്ത ഭാഷകളിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് രാജ്യത്തുടനീളം ടെലിഫോൺ പ്രാർത്ഥനാ ഗോപുരങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ സേവനം രാജ്യമെമ്പാടും വ്യാപിപ്പിക്കുവാൻ പോകുകയാണ്. The new number is 8546 999 000. പുതിയ നമ്പർ 8546999000. Save this on your ഈ telephone. നമ്പർ നിങ്ങളുടെ ടെലിഫോണിൽ സേവ് ചെയ്യുവിൻ. Share it with everybody. അതെല്ലാവർക്കും ഷെയർ ചെയ്യുവിൻ. And call anytime to receive answers from the Lord Jesus as we pray with you. ഞങ്ങൾ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നതിന് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ വിളിക്കുവിൻ.